കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. യോശുവയ്ക്ക് എഴുതിയ പുസ്തകം 24-ാം അധ്യായം 15-ാമത്തെ വാക്യം. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് ഇന്ന് തെരഞ്ഞെടുത്തുകൊള്ളി. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് യോശുവ ഇസ്രായേൽ ജനത്തോട് പറയുന്ന ഒരു ശക്തമായ സന്ദേശമാണ് കാണുന്നത്. യോശുവ പറയുന്ന ആ ഭാഗത്താക്കുന്ന ചിന്തിക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞത് ലേവിയ അവിടെ ചിന്തിക്കുന്നതെന്ന് പറയുമ്പോൾ അല്ലെ സ്തോത്രം അവിടെ അല്ലെ അതിന് ജനം ഉത്തരം പറയുന്നത് ഈശ്വരോ യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ എന്ന് ഇസ്രായേൽ ജനം യോശുവയോടും പറയാം. യോശുവ പറഞ്ഞ വചനത്തിനകത്തെ ചില ചിന്തകൾ അല്ലേ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച അല്ലേ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും അല്ലേറിയ എന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക. ഇന്നത്തെ കാലഘട്ടത്തിലും ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ള ശക്തമായ ദൂതും ഇത് തന്നെയാണ്. നാം ആരെ സേവിക്കും? നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ അതോ നിങ്ങൾ ഇപ്പോൾ പാർത്തു വരുന്ന ദേശത്തെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും? യോശുവയെ പോലെ പരിശുദ്ധാത്മാവ് ഇന്നും ഈ പുതിയ നിയമസഭയോടും ചോദിക്കുന്ന കാര്യമേത്. അപ്പോൾ തന്നെ യോശുവ പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ കഴിയണം, ഞാനും എന്റെ കുടുംബം ഞങ്ങളെ യഹോവയെ സേവിക്കുക അല്ലേറിയ. യോശുവയുടെ 24-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞത് എന്തെന്നാൽ അല്ലേറിയ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഹോരിന്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നു. ഇസ്രായേൽ ജനത്തിന്റെ ഒരു ചരിത്രം തന്നെ യോശുവ ഇസ്രായേൽ ജനത്തിന് പറഞ്ഞു കൊടുക്കുക. ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഞങ്ങളെ യഹോവയെ സേവിക്കും. ഇത്രമാത്രം തന്റെ അടുത്തോടെ പറയുവാൻ യോശുവയ്ക്ക് കഴിഞ്ഞെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പാപത്തിൽ നിന്നെ വിടുവിച്ചു കൊണ്ടുവന്ന കാൽവരി രക്തത്താൽ നിന്നെ വിടുവിച്ച് നിന്റെ പാപത്തിന് പരിഹാരം നൽകി നിന്നെ ശുദ്ധീകരിച്ച് ദൈവഭവനത്തിന്റെ അംഗമാക്കി തീർത്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധി ധൈര്യത്തോടെ പറയണം, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ കർത്താവിനെ സേവിക്കുമെന്ന്. അല്ലേ? അത് പറയുവാനുള്ള ചങ്കൂറ്റമാണ് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത്. രക്തം ചെയ്യും. യോശുവ പറയുന്നത് തന്റെ മരണത്തിന് മുമ്പുള്ള യോശുവയുടെ 2-ാമത്തേതും അവസാനത്തേതുമായ സന്ദേശമാണ് ഈ അധ്യായത്തിലുള്ളത്. ഈ സന്ദേശം നൽകിയത് ശേഖേമിൽ വെച്ചാണെന്ന് 24-ാം അധ്യായം 1-ാമത്തെ വാക്യം എന്ന് വായിക്കുമ്പോൾ കാണും. അല്ലേ? അപ്പൊ 1-ാം സന്ദേശം നൽകിയത് എവിടെ വെച്ചാണെന്ന് പറഞ്ഞിട്ടില്ല. എങ്കിലും യഹോവയുടെ സമാഗമന കൂടാരം സ്ഥാപിച്ചിരുന്ന ശീലോവിൽ വെച്ചായിരിക്കുമെന്ന് കരുതുന്നു. ഈശ്വരോ ചരിത്രഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ യൂഫ്രട്ടീസ് നദിക്കക്കരയിൽ നിന്നും അബ്രഹാമിനെ വിളിച്ചത് മുതൽ കനാനിൽ അവരുടെ ശത്രുക്കളെ തോൽപ്പിച്ചത് വരെയുള്ള ചരിത്ര സംഗ്രഹം അല്ലേയ യോശുവ ഇസ്രായേൽ മക്കളെ പറഞ്ഞു കേൾപ്പിക്കുക. ഒടുവിലായി ചോദിക്കുകയാണ്, നിങ്ങൾ ആരെ സേവിക്കും എന്നുള്ളൊരു വെല്ലുവിളി യോശുവ അവരുടെ മുമ്പാകെ വെക്കുക. ഇസ്രായേലിന്റെ ചരിത്രങ്ങൾ മുഴുവൻ പറഞ്ഞ് ആമൻ വന്നിട്ട് യോശുവയുടെ ചോദ്യം, നിങ്ങൾ ആരെ സേവിക്കും? സ്തോത്രം. നാം പഴയ നിയമ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പിതാക്കന്മാരെ നടത്തിക്കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. മിസ്രയീം അടിമത്തത്തിൽ നിന്ന് പാപത്തിനെ കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നമ്മെ കൊണ്ടുവന്ന് വാഗ്ദത്ത കാനാൻ ഇസ്രായേൽ ജനത്തിന് കൊടുത്തു. അവരെ അവിടെ സുരക്ഷിതമാക്കി. പാലും തേനും ഒഴുകുന്ന എല്ലാ അനുഭവങ്ങളും അവർ കൊടുത്തു. എങ്കിലും അവർ ദൈവത്തെ മറന്നുപോയി. ഈശ്വരം. അപ്പൊ നിങ്ങൾ ഏതു ദേവനെ
വേണമെങ്കിലും ആരാധിക്കാം എന്ന് കരുതുന്നത് അല്ലെങ്കിൽ തെറ്റാണെന്ന് യോശുവ പറയുക. നിങ്ങൾക്ക് ഏത് ദേവനെ വേണേലും ആരാധിക്കാം, പക്ഷെ അത് തെറ്റാണെന്ന് യോശുവയുടെ പുസ്തകം 24:14 നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയും. എന്നാൽ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് യോശുവ പ്രഖ്യാപിക്കുക. അത് കേട്ട ജനം യോശുവയുടെ പ്രഖ്യാപനം ഉൾക്കൊണ്ട് ഞങ്ങളും യഹോവയെ സേവിക്കും എന്ന് ഏറ്റുപറയുന്നുവെന്ന് അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം മുമ്പാകെയുള്ള നമ്മുടെ തീരുമാനങ്ങൾ ഹല്ലേലൂയ നമ്മുടെ കുടുംബത്തിന് സഭയ്ക്ക് മാതൃകാപരമാണ്. അപ്പൊ യോശുവയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സഭയ്ക്കൊരു മാതൃകയാണ്, ഇന്നത്തെ കുടുംബങ്ങൾക്കൊരു മാതൃകയാണ്. നാം എടുക്കുന്ന തീരുമാനമാണ് ദൈവത്തിന് ഇഷ്ടപ്പെടുന്നതെന്ന് പറയുന്നത്. ദൈവത്തിന് ഉറപ്പോടെ നാം തീരുമാനമെടുത്ത് നമ്മയും നമ്മുടെ കുടുംബത്തെയും കർത്താവിന് സമർപ്പിച്ചു കൊടുക്കണം. പിതാക്കന്മാർ സേവിച്ചു വന്ന അനവധി ദേവന്മാരുണ്ട്, അവർ പാർത്ത ദേശങ്ങളിൽ സേവിച്ചു വന്ന ദേവന്മാരുണ്ട്. അങ്ങനെയുള്ള ദേവന്മാരെ സേവിക്കാതെ നിങ്ങളെ വീണ്ടെടുത്ത മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ഇസ്രായേലിന്റെ ദൈവം, പിതാക്കന്മാർക്ക് വാഗ്ദത്തം നൽകിയ കനാൻ ദേശം നൽകിയ ദൈവം, ചെങ്കടലിലൂടെ നിങ്ങളെ കടത്തിക്കൊണ്ടുവന്നവൻ, ഹല്ലേലൂയ, യോർദാനെ വിഭാഗിച്ച് നിങ്ങളെ മറുകര കടത്തിയവൻ, മരുഭൂമിയിൽ നിങ്ങൾക്ക് 40 വർഷം മന്ന തന്നവൻ, കാടപ്പക്ഷിയെ തന്നവൻ, നിങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തന്നവൻ, ഇത്രമാത്രം നിങ്ങളെ സംരക്ഷിച്ച ദൈവത്തെ നിങ്ങൾ മറന്നു പോകാതെ നിങ്ങൾ ആരെ സേവിക്കും? അവിടെയാണ് യോശുവ പറയുന്നത്, ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന്. യോശുവയുടെ കുടുംബവും ഹല്ലേലൂയ. ഈ വചനം വായിക്കുമ്പോൾ ഇന്ന് കുടുംബത്തിന് വിരോധമായി, കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വിരോധമായി, കുടുംബത്തിന് നന്മയ്ക്ക് വിരോധമായി, ഐക്യത്തിന് വിരോധമായി ഹല്ലേലൂയ പിശാച് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം കുടുംബത്തെ ഞെരുക്കും, നന്മയെ, ഐശ്വര്യത്തെ, കുടുംബത്തിന് സമാധാനത്തെ ഞെരുക്കിക്കളഞ്ഞ് തലമുറയ്ക്കെതിരെ വ്യാപരിച്ച് തലമുറയെ ഇല്ലായ്മ ചെയ്യുവാൻ, കുടുംബത്തിനകത്ത് കണ്ണുനീര് കൊണ്ടുവരാൻ പിശാച് പല പദ്ധതികളും ഒരുക്കും. അതിന് നടുവിൽ നിങ്ങൾ മാതൃകാപരമായി യോശുവയെ പോലെ യഹോവയെ സേവിക്കണം, യേശുക്രിസ്തുവിനെ സേവിക്കണം. നീ നിന്റെ കുടുംബം അധംപതിച്ചു പോകരുത്, നീ നിന്റെ കുടുംബം നഷ്ടപ്പെട്ടു പോകരുത്. നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാനുള്ള ദൈവപ്രവൃത്തിയെക്കുറിച്ച് നീ മനസ്സിലാക്കിയിട്ട് യഹോവയായി ദൈവത്തിന് മുമ്പിൽ സാഞ്ചനം സമർപ്പിച്ചു കൊടുത്ത് യോശുവ സമർപ്പിച്ചു കൊടുത്തതുപോലെ പുതിയ നിയമസഭയോട് പറയട്ടെ, നിങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ സമർപ്പിച്ചു കൊടുക്കണം. ഈ പിശാച് എന്ന് പറയുന്ന ശക്തി അടങ്ങിയിരിക്കത്തില്ല, അവൻ തന്ത്രശാലിയാണ്. ഏതു വിധത്തിലും കുടുംബത്തിനകത്ത് കലഹം കൊണ്ടുവരും. അവൻ തിന്മ പ്രവർത്തിക്കുന്നവനാണ്. നന്മയുടെ ഒരു ഭാഗവും സാത്താന്റെ കയ്യിലില്ല, അവൻ തിന്മയുടെ ഭാഗമാണ്. കുടുംബത്തെ തകർക്കുന്ന ശത്രു സാത്താൻ, അവൻ കുടുംബത്തിനകത്ത് യുദ്ധക്കളമാക്കി മാറ്റും. അറിയാം, പല കുടുംബത്തിലും ചെന്ന് കഴിഞ്ഞാൽ സമാധാനമില്ല, സന്തോഷമില്ല. യുദ്ധ സമാനമായ അനുഭവം പല കുടുംബത്തിനകത്തും. ഹല്ലേലൂയ. കുടുംബങ്ങളിൽ ഹല്ലേലൂയ ഭാര്യയെ അടിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, ഭർത്താക്കന്മാരെ അടിക്കുന്ന ഭാര്യമാര് കുടുംബത്തിലുണ്ട്. തമ്മിൽ പരസ്പരം ബഹുമാനമില്ലാതെ, ആദരവില്ലാതെ ഭാര്യ ഭർത്താവിന്, ഭർത്താവ് ഭാര്യയും അടിക്കുന്ന കുടുംബങ്ങൾ ഏറെ പെരുകിക്കൊണ്ടിരിക്കുന്നു. അനുസരണയില്ലാത്ത ഭാര്യമാരുണ്ട്, അനുസരണം കെട്ട ഭർത്താക്കന്മാരുണ്ട്, മദ്യപാനികളായ ഭാര്യമാരുണ്ട്, മദ്യപാനികളായ ഭർത്താക്കന്മാരുണ്ട്. അങ്ങനെ കുടുംബത്തെ പിശാച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പരസ്പരം വീട്ടിൽ ജീവിച്ചാലും ഒന്നും മിണ്ടുവാനോ സംസാരിക്കുവാനോ കഴിയാതെ എപ്പോഴും പിണക്കും ദേഷ്യവും പ്രതികാരത്തിന്റെ മനോഭാവമായി കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. ഒരു കുടുംബത്തിൽ തന്നെ 2 കലം, 2 അടുപ്പമുള്ള വീടുകളുണ്ട്. ഹല്ലേലൂയ. അവിടെ തലമുറകളെല്ലാം ഛിന്ന ഭിന്നമായി മാറി, മാതാപിതാക്കളെ അനുസരിക്കാതെ, സഹോദരങ്ങളെ അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന തലമുറകൾ. പല കുടുംബത്തിനകത്തും മദ്യശാല പോലെ മദ്യങ്ങൾ വാങ്ങിക്കൂട്ടി കുടുംബം ഒരുവിധ അരാജകത്വത്തിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. സ്വർഗമായി തീരേണ്ട കുടുംബം എന്ന് പറഞ്ഞ സ്വർഗമായിരിക്കണം.
അപ്പൊ സ്വർഗമായി മാറേണ്ട കുടുംബത്തിന്റെ അവസ്ഥ ഇപ്പൊ നരകമായ അനുഭവം, കണ്ണുനീര് മാത്രമാണ്, ദുഃഖങ്ങൾ മാത്രമാണ്. ഹല്ലേലൂയ. ദൈവസ്നേഹം ഉണ്ടാകേണ്ട കുടുംബത്തിൽ കയ്പ് നിറഞ്ഞ വാക്കുകൾ വെളിപ്പെടുകയാണ്. നോർത്തു നോക്കിയ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇങ്ങനെയൊക്കെ അനുഭവങ്ങളുണ്ടോ? ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട് സ്വർഗസമാനമായി നിങ്ങളുടെ കുടുംബം തീരിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് പരസ്പര വിദ്വേഷങ്ങൾ കൊണ്ടെത്തുന്ന, കലഹം കൊണ്ടെത്തുന്ന, ഞെരുക്കം കൊണ്ടെത്തുന്ന, തമ്മിൽ കലഹിക്കുന്ന, കലശുണ്ടാക്കുന്ന പകയുടെ വാക്കുകൾ, വിദ്വേഷത്തിന്റെ വാക്കുകൾ, പ്രതികൂലത്തിന്റെ വാക്കുകൾ, കയ്പ് നിറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ കുടുംബത്തിന്റെ അനുഭവത്തെ കെടുത്തി, ദൈവസ്നേഹത്തെ കെടുത്തി നരകതുല്യമാക്കി മാറ്റി എത്രയോ കുടുംബങ്ങളാണ് പ്രിയ ശ്രോതാവേ നമ്മുടെ ഇടയിലുള്ളത്. പ്രൈസലോ. ഇവിടെയാണ് യോശുവ പറയുന്നത്, ഞാനും എന്റെ കുടുംബങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങൾക്ക് പറയുവാൻ കഴിയണത്. ഹല്ലേലൂയ. ഈ തിന്മ നിറഞ്ഞ ലോകത്തിൽ, പാപം നിറഞ്ഞ ലോകത്തിൽ ഒരു ദിവസമേ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ളെങ്കിലും ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ മക്കളായി, ദൈവഭവനമായി നിറയപ്പെട്ടു നിന്ന് യേശു വസിക്കുന്ന കുടുംബമായി, സമാധാനമുള്ള കുടുംബമായി മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ ഭാര്യ അടിക്കാൻ കൈപൊക്കുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരിയുടെ ഭർത്താവിന്റെ അടിക്കാൻ നീ കൈപൊക്കുന്നെങ്കിൽ, ഭാര്യ ഭർത്താക്കന്മാർ അനുസരണം കണ്ട ജീവിതമാണെങ്കിൽ, വഴി തെറ്റിയ ജീവിതമാണെങ്കിൽ നിങ്ങൾ മടങ്ങി വരണം. കയ്പ് നിറഞ്ഞ വാക്കുകൾ, വിദ്വേഷത്തിന്റെ വാക്കുകൾ, പകയുടെ വാക്കുകൾ പറഞ്ഞ് കുടുംബത്തിനകത്ത് കലഹമുണ്ടാക്കി, അല്ലെങ്കിൽ മാതാപിതാക്കളെ വേദനിപ്പിച്ച്, സഹോദരവർഗങ്ങളെ വേദനിപ്പിച്ച്, മക്കൾ, മരുമക്കൾ എല്ലാം മദ്യത്തിന് മയക്കിൽ അടിമപ്പെട്ട് കുടുംബം നരകസമാനമായി കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങളതിനെ ഉപേക്ഷിക്കണം. അങ്ങനെയുള്ള സ്വഭാവത്തെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ കുടുംബം സ്വർഗസമാനമായ ഒരു അനുഭവത്തിൽ ദൈവം വസിക്കുന്ന ഒരു കുടുംബമായി നിങ്ങൾ പണിതെടുക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിനകത്തെ കഷ്ടതകളെ ദൈവം മാറ്റിത്തരും. സ്തോത്രം. നിങ്ങൾ കുടുംബത്തിനകത്ത് വേണ്ട ഐശ്വര്യമാണ്, സമാധാനമാണ്, സന്തോഷമാണ് വേണ്ടത്. സ്നേഹത്താൽ നിറയപ്പെട്ടതായിരിക്കണം കുടുംബം. പരസ്പര ബഹുമാനം, പരസ്പര സന്തോഷം, പരസ്പരമായ ഐക്യത, ഒന്നിച്ചുള്ള കൂട്ടായ്മ, പ്രാർത്ഥന, ദൈവത്തിൽ ഇരിക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകണം. അങ്ങനെയുള്ള കുടുംബങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. പക്ഷെ നിന്റെ കുടുംബത്തെ തകർക്കുവാൻ, ഞെരുക്കുവാൻ പിശാച് പല പദ്ധതികൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തിരിച്ചറിയുവാനുള്ള വിവേകമാണ് നിങ്ങൾക്ക് ആവശ്യം. ഹല്ലേലൂയ. ഇവിടെ വചനം വായിക്കും കാണുന്നത്, മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല എന്ന് മനസ്സിലാക്കിയ കർത്താവ് അവന് തക്കതായ തുടയുണ്ടാക്കി കൊടുത്തു. അക്കറിയ ഏത തോട്ടത്തിൽ മനുഷ്യൻ ആദം ഏകനായിരിക്കുന്ന ഒന്നല്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദൈവം അവന് തക്കതായ തുണയുണ്ടാക്കി കൊടുത്തു. കുടുംബത്തിൽ സ്നേഹവും ഐക്യവും സൗഹാർദ്ദവും ഉണ്ടെങ്കിൽ അത് എത്ര വലിയ അനുഗ്രഹമായി മാറും. കുടുംബത്തിനകത്ത് എന്താണ്? സ്നേഹം വേണം, ഐക്യത വേണം, കുടുംബത്തിനകത്ത് സൗഹാർദ്ദം വേണം, ദൈവഭയം വേണം. കുടുംബത്തിനകത്ത് ദൈവത്തെ ആരാധിക്കുന്നവന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും. ദൈവവുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിന്റെ സമാധാനം ഉണ്ടാകും. ഹല്ലേലൂയ. രണ്ടുപേർ ഏകമനസ്സോടെ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ, രണ്ടുപേർ ഏകമനസ്സോടെ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നെങ്കിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുമെന്നാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ അല്ലേ നമുക്ക് കാണുന്ന മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തി 18-20 വാക്യം, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന യാചിക്കുന്ന കാര്യത്തിനകത്ത് ദൈവം പ്രവർത്തിക്കണമെങ്കിൽ കുടുംബത്തിനകത്ത് ഐക്യത ഉണ്ടായിരിക്കണം. അധികം പേരൊന്നും കുടുംബത്തിനകത്ത് വേണ്ട. ഹല്ലേലൂയ. വചനം പറഞ്ഞ 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത്, വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്നിടത്ത് കർത്താവ് അവരുടെ മധ്യത്തിലുണ്ട് എന്ന് ഈ തിരുവെഴുത്തിൽ വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസിനും. അപ്പൊ അതുകൊണ്ട് കർത്താവിന്റെ നമ്മുടെ മധ്യത്തിൽ വരയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഐക്യമത്യപ്പെട്ടുള്ള പ്രാർത്ഥന എപ്പോഴും ഫലകരമാണ്. ദൈവത്തിന്റെ മുൻ തീരുമാനം മാറ്റുവാൻ പോലും അത് കാരണമാകും. കുടുംബത്തിനകത്ത് 2-3 പേർ ഒന്നിച്ച് ഐക്യമത്യപ്പെട്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ കുടുംബത്തിന് വേണ്ടി അത്ഭുതം ചെയ്യും. പ്രൈസലോ. അത് കാരണമായി ഹല്ലേലൂയ നമുക്ക് സന്തോഷം പ്രാപിക്കാൻ കഴിയും.
അതുകൊണ്ട് ദൈവനാമ മഹത്തിന് അനുസൃതമായി നിങ്ങൾ കുടുംബത്തെ പണിതെടുക്കണം. ഹല്ലേലൂയ. കുടുംബം കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടണം. സകല നാമത്തിനും മേലായ നാമമുള്ള കർത്താവിന്റെ മഹത്വം നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടണം. അതാണ് ഏദൻ തോട്ടത്തിൽ ഹല്ലേലൂയ ആദമിന് തക്ക തുണയെ കൊടുത്തുകൊണ്ട് ദൈവം ആഗ്രഹിച്ചത്. സ്തോത്രം. ഏക മനസ്സോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ്, ഏക ചിന്തയോടെ നിങ്ങൾ ഇരിക്കുമ്പോഴാണ് ദൈവം നിങ്ങളിൽ പ്രസാദിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഏക മനസ്സോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന സകല കാര്യങ്ങളും ദൈവം തരും. ഹല്ലേലൂയ. സകല കാര്യങ്ങൾക്കും ദൈവം മറുപടി തരും. നിങ്ങൾ ഒരുമിച്ചിരുന്നാൽ കർത്താവിന്റെ സാന്നിധ്യം അവിടേക്ക് ഇറങ്ങി വരും. ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒന്നിച്ച് കുടുംബത്തിനകത്ത് ഇരുന്നാൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. യോശുവോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, യോശുവ എന്തായിരുന്നു നിന്റെ കുടുംബത്തിന്റെ അനുഭവം എന്ന് ചോദിച്ച യോശു പറയും, ഞാനും എന്റെ ഭാര്യയും മക്കളും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബം സ്വർഗ സമാനമായ അനുഭവത്തിലേക്ക് കടന്നു വരും. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമെന്ന് യോശുവ പറയും. പ്രൈസലോ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നിങ്ങൾ കുടുംബമായിട്ടിരുന്ന് ദൈവത്തെ സ്തുതിക്കണം, കുടുംബമായിരുന്ന് പ്രാർത്ഥിക്കണം. ഐക്യതയുടെയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദതയും കരുണയുടെയും നന്മയുടെയും അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും പരാജയപ്പെട്ടു പോകുകയില്ല. പ്രൈസലോ. വീണ്ടും നമുക്ക് ഒരാൾ 1000 പേരെ തുരത്തിയാൽ, ഹല്ലേലൂയ, ഭർത്താവ് ഭാര്യയോട് ചേർന്ന് 10,000 പേരെ തുരത്തും. ഹല്ലേലൂയ. നമ്മൾ ഭദ്രമൊക്കെ വായിക്കും, ഒരാൾ 1000 പേരെ തുരുത്തി ഓടിക്കുന്നെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ 10,000 പേരെ തുരുത്തി ഓടിക്കാം. അപ്പൊ ഭാര്യ ഭർത്താക്കന്മാർ കുടുംബത്തെ ഐക്യതയോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, ആ കുടുംബത്തിനകത്ത് ദൈവനീതി വെളിപ്പെടും. നമ്മൾ ഈ കല്യാണ സമയങ്ങളിലൊക്കെ വായിക്കുന്നൊരു വാക്യമുണ്ട്. ഹല്ലേലൂയ. സഭാപ്രസംഗ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, അല്ലെങ്കിൽ ഒരുത്തിനെ ആരെങ്കിലും ആക്രമിച്ചാൽ 2 പേർക്കും അവരോട് എതിർത്ത് നിൽക്കാം, മുപ്പിരിച്ചവരുടെ വേഗത്തിൽ അറ്റുപോകയില്ല. അപ്പൊ 2 പേര് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, 2 പേര് ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ മുപ്പിരിച്ചവരുടെ അറ്റുപോകയില്ലെന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ കുടുംബത്തെ തകർക്കുവാൻ ശത്രുവിന് കഴിയില്ല. പ്രൈസോ. അതുകൊണ്ട് എന്റെ കുടുംബം ഉറപ്പുള്ളതായിരിക്കണം, ക്രിസ്തുവിൽ അടിസ്ഥാനമുള്ള ഭവനമായിരിക്കണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഞാൻ മുമ്പ് ആവർത്തിച്ച ചില വിഷയങ്ങളുണ്ട്. അങ്ങനെ നിന്റെ കുടുംബം ഏതെങ്കിലും വിധത്തിൽ ശാപത്തിന്റെ അനുഭവത്തിലാണ് കടന്നു പോകുന്നെങ്കിൽ, പാപത്തിന്റെ അനുഭവത്തിലെ കടന്നു പോകുന്നെങ്കിൽ, കണ്ണുനീരിന്റെ അനുഭവത്തിൽ നിന്റെ കുടുംബം കടന്നു പോകുന്നെങ്കിൽ, ഇന്ന് പകൽ നിങ്ങൾ ദൈവസനി ഒരുപാട് വീണ് നിങ്ങളെ ഒന്ന് സമർപ്പിച്ചു കൊടുത്ത് ദൈവസനി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് ദൈവിക സന്തോഷത്തെ തന്നിറക്കുവാൻ യേശു ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നീ നിന്റെ കുടുംബം ഒരിക്കലും തകർന്നു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ശത്രു ആഗ്രഹിക്കുന്നതിന്റെ കുടുംബത്തെ തകർക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. രക്തം ചെയ്യും. ആമേൻ. ദൈവത്താൽ സ്ഥാപിതമായതാണ് കുടുംബം എന്നൊക്കെ പറയുന്നത്. ദൈവത്താൽ സ്ഥാപിതമായ കുടുംബത്തിനകത്ത് ദൈവ സാന്നിധ്യം നിറയണം. ഹല്ലേലൂയ. അവിടെ നമുക്ക് ദൈവികമായ സന്തോഷം ഉണ്ടാകണം. പ്രൈസലോ. ഞാൻ ഈ ദൈവവചനമൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ ചെറുപ്രായമെന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവ സാന്നിധ്യമില്ലായിരുന്നു, ദൈവ സ്നേഹമില്ലായിരുന്നു, ഐക്യതയില്ലായിരുന്നു, സൗഹാർദ്ദം. ഞങ്ങളൊക്കെ ജനിച്ചു ഞങ്ങൾക്ക് തിരിച്ചറിവാകുന്നത് തൊട്ടേ ഞങ്ങളുടെയൊക്കെ പിതാക്കന്മാർ മദ്യത്തിനും മയക്കുമരുന്നിനും വൻമസാലകൾക്ക് ലഹരി പദാർത്ഥത്തിന് അടിമപ്പെട്ടവരായിരുന്നു. ഹല്ലേലൂയ. അവർ പാരമ്പര്യമായി പിതാക്കന്മാർ ആചരിച്ചു വന്നതുപോലെ നദിക്ക് അക്കരെ വെച്ച് ഹല്ലേലൂയ സേവിച്ച ദേവന്മാരെ പോലെ പലരെയും സേവിച്ചു വന്ന കാലഘട്ടമായിരുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച് രക്ഷ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അല്ലെങ്കിൽ പിതാക്കന്മാർ പിന്തുടർന്നു പോകുന്ന പല പാപങ്ങളെയും ഞങ്ങൾക്ക് വിട്ടിട്ട് യോശുവ പറഞ്ഞതുപോലെ പറയുവാൻ കഴിഞ്ഞു, ഞാനും എന്റെ കുടുംബവും നിങ്ങളെ യഹോവയെ സേവിക്കും. ഇന്ന് ഞാനും അത് തന്നെ പറഞ്ഞു, ഞാനും എന്റെ കുടുംബം നിങ്ങളെ യഹോവയെ സേവിക്കും. അത് എന്നെ കേൾക്കുന്ന പിതാവേ, മാതാവേ, നിന്റെ ജീവിതം നീ ക്രിസ്തുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസലോ. ഇവിടെ ദൈവത്തിന് വചനം മുപ്പിരിച്ചവരുടെ അറ്റുപോകയില്ല എന്ന് പറഞ്ഞതുപോലെ 2 പേര് ഒന്നിച്ചിരുന്നുള്ള പ്രാർത്ഥന ഒരിക്കലും തകർക്കുവാൻ പിശാചിന് കഴിയില്ല. പ്രൈസലോ. അവിടെ ഐക്യതയാണ് ഉള്ളത്. നാം ദൈവത്തിന് വായു പാശ്ചാത്യ നാടുകളിൽ കുടുംബങ്ങൾ ചിതറിക്കിടക്കുന്നു,
സ്ത്രീയും പുരുഷനും വിവാഹിതരാകാതെ തന്നെ ഒരുമിച്ച് ജീവിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന പ്രവണതയാണ്. അല്ലെങ്കിൽ കുടുംബങ്ങളെല്ലാം ചിതറിക്കിടക്കുകയാണ്. സ്ത്രീയും പുരുഷനും അവർ വിവാഹിതരാകാതെ തന്നെ അവർ വിവാഹിതരായി ജീവിക്കുന്നവരെ പോലെ കുടുംബമായി ജീവിക്കുന്നു. നമ്മൾ കണ്ടുവരുന്ന കാഴ്ചയാണ്, കേട്ടുവരുന്ന കാഴ്ചയാണ്. ഇവിടെ നാം ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ പിന്നീട് പിരിഞ്ഞ് ജീവിക്കും. പാശ്ചാത്യ രാജ്യങ്ങളിലെ കാര്യമാണ് പറഞ്ഞു കേട്ടോ. വിവാഹം നടന്നില്ലെങ്കിലും അവർ വിവാഹം കഴിച്ചവരെ പോലെ കുടുംബമായി ഒന്നിച്ച് ജീവിക്കുന്നു. അവരുടെ ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ അവർ പരസ്പരം പിരിഞ്ഞ് ജീവിക്കുന്നു. ഇതിനാൽ മക്കൾ അതിനകത്ത് ശാപമായി അവർ മാറുകയാണ്. അങ്ങനെ ജീവിച്ചവർക്ക് മക്കളൊക്കെ ഉണ്ടാകാം. ഭാര്യ ഭർത്താക്കന്മാർ പിന്നീട് വിവാഹിതരായില്ലെങ്കിലും അങ്ങനെ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങൾ ആ മക്കളെ ബാധിക്കപ്പെടും. ഇനി കുടുംബമായി ജീവിക്കുന്ന, വിവാഹിതരായി ജീവിക്കുന്ന കുടുംബത്തിൽ പോലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ നിങ്ങളുടെ മക്കളിലേക്ക് ബാധിക്കും. നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ മക്കൾ കൊണ്ട് നഷ്ടപ്പെടുകയാണ്. അനാഥരായിത്തീരുന്ന കുട്ടികൾ പിന്നത്തെ ഇതിൽ മയക്കുമരുന്ന് അടിമകളായി മാറുകയാണ്. ഇന്ന് പല മാതാപിതാക്കളും വിളിക്കുമ്പോൾ പറയുന്നത്, എന്റെ മകൻ മദ്യത്തിനടിമയാ, മയക്കുമരുന്നിനടിമയാ, അവൻ പാൻമസാലകൾക്ക്, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കും, ഞങ്ങളെ അനുസരിക്കത്തില്ല, ഞങ്ങളെ ബഹുമാനിക്കത്തില്ല, അവൻ അധ്വാനിച്ചാലൊന്നും കൊണ്ടത്തരത്തില്ല, അവൻ എത്ര അധ്വാനിച്ചാലും ഭവനത്തിലേക്കൊന്നും വരുന്നില്ല എന്നൊക്കെ അനവധി സഹോദരന്മാരും മാതാപിതാക്കളും വിളിച്ചു പറഞ്ഞ അനവധി കാര്യങ്ങൾ ഞങ്ങളുടെയൊക്കെ ഓർമ്മയിലുണ്ട്. എന്തുകൊണ്ടാണ് മാതാവി അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നിങ്ങളുടെ കുടുംബം ദൈവസന്നിധിയിൽ പണിയപ്പെട്ടതായിരുന്നുവെങ്കിൽ, നിങ്ങൾ ഭാര്യ ഭർത്താവ് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്ന് ദൈവസാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന കുടുംബമായി നിങ്ങളുടെ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അത് കണ്ടു പഠിച്ച് നിങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ച് ആ കുട്ടികളും ദൈവഭയമുള്ളവരായി വളർന്നേനെ. പക്ഷെ നിങ്ങളുടെ മാതൃകയില്ലാത്ത ജീവിതം, നിങ്ങളുടെ ഐക്യതയില്ലാത്ത ജീവിതം, ചിന്ന ഭിന്നമായ അനുഭവങ്ങൾ, ഭാര്യ ഭർത്താവിനെ അടിക്കുന്നു, ഭർത്താവ് ഭാര്യ അടിക്കുന്നതും, അവർ മദ്യപാനികളായി അനുസരണമില്ലാത്ത ജീവിതവും മക്കൾ കണ്ട് അവർ പിന്നത്തെ പാപികളായി മാറി. നിങ്ങളുടെ മക്കൾ നശിക്കുന്നതിന്റെ പ്രധാന ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്, മാതാപിതാക്കൾക്കാണ്. അപ്പൊ ചിലർക്കൊക്കെ അങ്ങോട്ട് കേൾക്കുമ്പോൾ അത് വിദ്വേഷകരായി തോന്നും. വിദ്വേഷം തോന്നിയാലും കുഴപ്പമില്ല. കുടുംബത്തിനകത്താണ് കുട്ടികളെല്ലാം കണ്ടു വളരുന്നത്. മാതാപിതാക്കളിൽ നിന്നാണ് ആദ്യ കുട്ടികൾ പഠിക്കുന്നത്. മാതാപിതാക്കൾ ചെയ്യുന്നതാണ് കുട്ടികൾ കണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനകത്ത് മാതൃകാപരമായ ജീവിതമുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ഒരിക്കലും ഈ ലോകത്തിന്റെ പാപങ്ങൾക്ക് അടിമയായി മാറത്തില്ല. യോശുവെ പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയണം. യോശുവയുടെ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ അവിടെ സമാധാനം നിറഞ്ഞ കുടുംബമാണ്, സന്തോഷം നിറഞ്ഞ ഭവനമാണ്, ദൈവ സാന്നിധ്യമുള്ള ഭവനമാണ്. യോശുവയുടെ മക്കൾക്ക് സ്വസ്ഥതയുണ്ട്, യോശുവയ്ക്ക് സ്വസ്ഥതയുണ്ട്, യോശുവയുടെ ഭാര്യയ്ക്ക് സ്വസ്ഥതയുണ്ട്, ആ കുടുംബത്തിൽ തന്നെ സ്വസ്ഥതയുണ്ട്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയുണ്ടോ? അല്ലേ? നിങ്ങളുടെ കുടുംബത്തിനകത്ത് കണ്ണുനീർ മാറിയിട്ടുള്ള ദിവസങ്ങളുണ്ടോ? പിറുപിറുപ്പ് മാറിയിട്ടുള്ള ദിവസങ്ങളുണ്ടോ? എന്നും നിരാശയില്ലേ നിങ്ങളുടെ കുടുംബത്തിൽ? എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിന്റെ കുടുംബത്തെ നീ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കണം. അല്ലേരിയ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേരിയ യഹോവ വീട് പണിയാതിരുന്നാൽ പണിതവൻ വൃഥ അധ്വാനിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സങ്കീർത്തന പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്. 127 സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നത് എന്താണ്? ദൈവത്താൽ പണിയപ്പെടുന്ന ഭവനം. അതെ, നിങ്ങളുടെ ഭവനം ദൈവത്താൽ പണിയപ്പെടണം. വചനം പറയുന്നത്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. പ്രൈസലോ. 2-ാമത്തെ വാക്യം വായിച്ച കാണുന്നത്, നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നായി താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ, തന്റെ പ്രിയനോ അവനെ ഉറക്കത്തിൽ കൊടുക്കുന്നു എന്ന് വായിക്കുന്നു. ഈ വചനം എന്നൊക്കെ പറഞ്ഞ ഈ സംഗീതം സാധാരണ വിവാഹ ശുശ്രൂഷകളിൽ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമായ സങ്കീർത്തനമാണ്. അല്ലേ?
ഭവന നിർമ്മാണം, അല്ലെങ്കിൽ നഗര സംരക്ഷണം, ധനസമ്പാദനം എന്നീ മേഖലകളിൽ ദൈവത്തെ കൂടാതെയുള്ള അധ്വാനമെല്ലാം വ്യർത്ഥമാണെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിന്റെ സംരക്ഷണം, കുടുംബത്തിന്റെ ഉയർച്ചകൾ, നഗരത്തിന്റെ സംരക്ഷണം, ധനസമ്പാദനം, ഇതിനകത്തൊക്കെ ആരുണ്ടായിരിക്കണം? യഹോവയായി ദൈവം ഉണ്ടായിരിക്കണം. പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ കർത്താവായ യേശു ഉണ്ടായിരിക്കണം. അപ്പൊ ഈ യഹോവയെ കൂടാതെ എന്ത് ചെയ്താലും അത് വ്യർത്ഥമാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, നീ ദൈവത്തെ കൂടാതെ എന്ത് ചെയ്താലും അത് വ്യർത്ഥമാണെന്നാണ് ദൈവജനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക പരിപാലനം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ബിസിനസ്സിനകത്ത്, നിങ്ങളുടെ കൃഷിക്കകത്ത്, നിങ്ങൾ കടന്നു പോകുന്ന മേഖല, ഏത് മേഖലയിലായിരുന്നാലും ദൈവിക പരിപാലനമാണ് ആവശ്യം. അവിടെ ദൈവ സാന്നിധ്യമാണ് ആവശ്യം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ഭവനം ദൈവത്താൽ അടിസ്ഥാനമിട്ട ഭവനമായിരിക്കണം. രക്തം ചെയ്യും. ഇവിടെ ദൈവവചനം വായിക്കുന്നത്, ഹല്ലേലൂയ, കുടുംബം ഒരുമിച്ച് കെട്ടി ഉയർത്തണമെങ്കിൽ കുടുംബ പ്രാർത്ഥന ആവശ്യമാണ്. കുടുംബം ഒന്നിച്ച് പണിതുയർത്തണമെങ്കിൽ, കെട്ടി ഉയർത്തണമെങ്കിൽ, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ, സന്തോഷം ഉണ്ടാകണമെങ്കിൽ, സ്വസ്ഥത ഉണ്ടാകണമെങ്കിൽ, നന്മ വർദ്ധിക്കണമെങ്കിൽ, കുടുംബത്തിന്റെ വ്യാധികൾ മാറിപ്പോകണമെങ്കിൽ, ശാപങ്ങൾ മാറണമെങ്കിൽ, പാപങ്ങൾ മാറിപ്പോകണമെങ്കിൽ, തലമുറയെ നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് പ്രാർത്ഥന ഉണ്ടായിരിക്കണം. പ്രാർത്ഥനയ്ക്ക് വിരുദ്ധമായി നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ, ഇരുളിന്റെ ശക്തികളെ നീ തന്നെ നീക്കിക്കളയണം. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന അന്ധകാരത്തിന്റെ അല്ലെ ഇരുളിന്റെ ആധിപത്യം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പ്രാർത്ഥിക്കേണ്ട സമയം നിങ്ങൾ ലോകത്തിന്റെ വെറുക്കൂത്തുകൾ അകപ്പെട്ട്, ഇവിടുത്തെ ചൂതാട്ടങ്ങൾക്കകത്ത് വിധേയപ്പെട്ട്, കുടുംബത്തിനകത്ത് വെളിപ്പെടേണ്ട ദൈവസാന്നിധ്യം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ് പിശാചി നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ അടിയറ വെച്ചു കൊടുക്കരുത്. പ്രാർത്ഥിക്കേണ്ട സമയം നീ പ്രാർത്ഥിക്കണം. അപ്പൊ നിങ്ങളുടെ കുടുംബത്തെ യഥാർത്ഥമായി പണിതെടുക്കണമെങ്കിൽ കുടുംബത്തിനകത്ത് പ്രാർത്ഥന ഉണ്ടായിരിക്കണം. സ്തുതി, സ്തോത്രം, ആരാധനയൊക്കെ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെയുള്ള യോശുവയുടെ കുടുംബമാണ് ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ കുടുംബം ഒരുമിച്ച് കെട്ടിപ്പടുത്തണമെങ്കിൽ, ഉയർത്തിയിടങ്ങളിൽ കുടുംബ പ്രാർത്ഥന ആവശ്യമാണ്. കുടുംബം പ്രാർത്ഥനയില്ലാത്ത ഭവനം, ഹല്ലേലൂയ, മേൽക്കൂരയില്ലാത്ത ഭവനം പോലെയാണ്. പ്രാർത്ഥനയില്ലാത്ത ഭവനം എന്ന് പറയുന്നത് മേൽക്കൂരയില്ലാത്ത ഭവനം പോലെയാണ്. സ്തോത്രം. മേൽക്കൂരയില്ലാത്ത ഭവനത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. മേൽക്കൂരയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഉള്ള മഴയും വെയിലും കാറ്റും പൊടിയും എല്ലാം നിങ്ങളെ ഭവനത്തിനകത്ത് അടിച്ചിറങ്ങും. മേൽക്കൂരയുണ്ടെങ്കിൽ എന്താണ്? ആ ഭവനത്തിനകത്ത് സുരക്ഷിതമായിരിക്കും. ഒരു പൊടിയും ചെളിയും ഒന്നും അതിനകത്ത് ഇറങ്ങത്തില്ല. ഹല്ലേലൂയ. അതെ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് പ്രാർത്ഥനയുണ്ടെങ്കിൽ, പ്രാർത്ഥനയോടെയാണ് നിന്റെ കുടുംബം പണിതുയർത്തുന്നെങ്കിൽ സാത്താൻ ഒരിക്കലും നിന്റെ കുടുംബത്തിൽ പ്രവേശിക്കത്തില്ല. നിന്റെ കുടുംബത്തെ നരകമാക്കാൻ പിശാച് പദ്ധതികൾ ഒരുക്കും. ഹല്ലേലൂയ. ഇന്ന് ഭൂമിയിലുള്ള സകല കുടുംബങ്ങളും നരക സമാനമായ അനുഭവമാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ പാസ്റ്ററിനെ വിളിച്ചു പറഞ്ഞെന്ന് തോന്നുന്നു. അതേ പ്രിയരെ, നിങ്ങളുടെ കുടുംബം നരക സമാനമായ അനുഭവങ്ങളാണ്. ഐക്യതയും സ്നേഹവും നഷ്ടപ്പെട്ടു പോയില്ലേ? പ്രാർത്ഥന നഷ്ടപ്പെട്ടില്ലേ? ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടില്ലേ? നിങ്ങളുടെ കുടുംബത്തിനകത്ത് മദ്യവും മയക്കുമരുന്നും വിളമ്പുന്ന കുടുംബമായി മാറിയില്ലേ? പുകവലിയുടെയും മയക്കുമരുന്നിന്റെ ഉപയോഗം നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ മക്കളിലും വ്യാപരിച്ചില്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ സഹോദരിമാരും കുഞ്ഞുകുട്ടികളടക്കം സിഗരറ്റുകളും മയക്കുമരുന്നുകളും പുകവലിയും അവർ തുടങ്ങിക്കഴിഞ്ഞു. കുടുംബം എത്ര നരകമായി മാറി. പ്രാർത്ഥനയില്ലാതെ വന്നതാണ് അതിന്റെയൊക്കെ കാരണം. അല്ലേ? കുടുംബത്തിന്റെ ഐക്യത്തിന് വേണ്ടി ശക്തമായി നിങ്ങൾ പ്രാർത്ഥിക്കണം. കുടുംബത്തിന്റെ ഐക്യത്തിനായി, കുടുംബത്തിന്റെ നന്മയ്ക്കായി, കുടുംബത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ശക്തമായി നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ അനുഗമിക്കുകയാണെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിന്റെ കുടുംബത്തെ സമർപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ,
നിന്റെ കുടുംബത്തിനകത്തെ നരകസമാനമായ അനുഭവത്തെ മാറ്റിയിട്ട് ദൈവം നിന്റെ കുടുംബത്തെ സ്വർഗസമാനമായ അനുഭവത്തിലേക്ക് കൊണ്ടുവരും. രക്തം ചെയ്യും. നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല ക്ലേശങ്ങൾക്കും ദൈവം മറുപടി തരും. രക്തം ചെയ്യാം. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിന് ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കറിയാം, പുതിയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ യേശു ക്രിസ്തു കടന്നു ചെന്ന ചില കുടുംബങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. യേശു കടന്നു ചെന്ന ചില കുടുംബങ്ങളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു കടന്നു ചെന്ന കുടുംബങ്ങളൊക്കെ വലിയ ദൈവിക സമാധാനം ഉണ്ടായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശു കടന്നു ചെന്ന കുടുംബങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, യേശു ഒരിക്കൽ പത്രോസിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഹല്ലേലൂയ. പത്രോസിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തായി? അവിടെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അനന്തരം അവൻ പള്ളിയിൽ നിന്നിറങ്ങി യാക്കോബും യോഹന്നാനുമായി ശീമോന്റെയും ആന്ത്രയോസിന്റെയും വീട്ടിൽ വന്നു. അവിടെ ശീമോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടന്നിരുന്നു. അവർ അവളെക്കുറിച്ച് യേശുവിനോട് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. യേശു പത്രോസിന്റെയും കുടുംബത്തിൽ കടന്നു വന്നപ്പോൾ പത്രോസിന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുകയാണ്. യേശു അവളെ തൊട്ടപ്പോൾ അവളെ പനി വിട്ടുമാറി. അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. അതെ, യേശു വന്നപ്പം ആ വീട്ടിന്റെ അകത്തെ പനിയുടെ ആത്മാവ് പുറപ്പെട്ടു പോയി. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുകയും കാണുന്നുണ്ട്. യേശു യായിറോസിന്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ മരിച്ചുപോയ മകളെ ജീവനോടെ ഉയർപ്പിച്ചു. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 35-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു. നിന്റെ മകൾ മരിച്ചുപോയി, ഈ ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പത്രോസും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോട് കൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നപ്പോൾ ആരവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ട് അകത്ത് കടന്ന്, നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നതത്രേ എന്ന് അവരോട് പറഞ്ഞു. അവനെ പരിഹസിച്ചു. അവനെല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ച്, ബാലെ എഴുന്നേൽക്കാം എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന് അർത്ഥമുള്ള, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്നർത്ഥം തലീത കൂമി എന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ യേശു യായിറോസിന്റെ വീട്ടിൽ വന്നപ്പോൾ മരിച്ച കുട്ടിയെ ജീവിപ്പിച്ചു കൊടുത്തു. പത്രോസിന്റെ അമ്മായിയമ്മയുടെ പനി മാറി. സ്തോത്രം. നാം ലൂക്കോസ് സുവിശേഷത്തിലേക്ക് വായിക്കുമ്പോൾ, ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട് 5-ാം വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഹല്ലേലൂയ, സ്തോത്രം. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേൽപ്പെട്ടു നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യരുടെ കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. കണ്ട സക്കായിയുടെ വീട്ടിലേക്ക് യേശു വന്നപ്പോൾ ആ വീട്ടിൽ രക്ഷ വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു ഏതെല്ലാം വീട്ടിൽ വരുന്നോ അവിടെയാണ് ദൈവിക സമാധാനം വെളിപ്പെടുന്നത്. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 44-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഹല്ലേലൂയ, ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കം വിളിച്ചു. ഹല്ലേലൂയ, ഉറക്കം വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടി വരുന്നു. അവന്റെ കെട്ട് അഴിപ്പിൻ, അവൻ പോകട്ടെ എന്ന് യേശുവിനോട് പറഞ്ഞു.
യേശു അല്ലേലൂയ ലാസറിന്റെ കല്ലറയുടെ അരികിൽ വന്ന് അല്ലേലൂയ ലാസറെ എന്ന് അല്ലേലൂയ ആമേൻ ഉറക്കെ വിളിച്ച് അവനോട് പുറത്തു വരാൻ പറഞ്ഞപ്പോൾ അല്ലേലൂയ ലാസർ എന്ത് ചെയ്തു? പുറത്തു വന്നു. അവൻ മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായി ഇരുന്നു എന്ന് മാർത്തയും മറിയോട് പറയുന്നുണ്ട്, യേശുവോട് പറയുന്നുണ്ട്. പക്ഷേ ദുർഗന്ധം വമിക്കുന്ന നാറ്റം വെച്ച ലാസറിന്റെ ആ ശരീരത്തെ ജീവനോടെ എടുത്ത് പുറത്തു കൊടുക്കുവാൻ യേശുവിന് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്താണ് യേശു വന്ന ഭവനത്തിനകത്ത്? സക്കായിയുടെ വീട്ടിൽ യേശു വന്നപ്പോൾ ആ വീടിന് രക്ഷ വന്നു. അല്ലേലൂയ. യായിറോസിന്റെ ഭവനത്തിൽ യേശു വന്നപ്പോൾ അവന്റെ മരിച്ചുപോയ മകളെ ജീവനോടെ കിട്ടി. പത്രോസിന്റെ യാക്കോബിന്റെ അന്ത്രയോസിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പത്രോസിന്റെ അമ്മായിയുടെ ഭയം മാറി. മാർത്തയുടെയും മറിയുടെയും വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അല്ലേലൂയ. ദുർഗന്ധമുണ്ടായിരുന്ന അവസ്ഥ മാറി. ലാസറിനെ ജീവനോടെ പുറത്തു കൊടുത്തു. വീണ്ടും 12-ാം അധ്യായം യോഹന്നാൻ 12 വരുമ്പോൾ കാണുന്നുണ്ട്, യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബേഥാനിലേക്ക് അവൻ പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവനൊരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജലമാംസി തൈലം ഒരു റാത്തൽ എടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് തുവർത്തി. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. കണ്ടോ? അപ്പം ബേഥാനിലെ വീട്ടിൽ അവൻ വന്നു കഴിഞ്ഞപ്പോൾ ആ വീട് സൗരഭ്യം കൊണ്ട് നിറഞ്ഞു. നമ്മുടെ യോഹന്നാൻ 2-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, കാനാവിലെ കല്യാണ വീട്ടിലേക്ക് യേശു വന്നപ്പോൾ ഹല്ലേലൂയ അവിടുത്തെ പോരായ്മ ദൈവം നികത്തി പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അത്ഭുതം നടന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, യേശു നിന്റെ വീട്ടിൽ വന്നാൽ സക്കായിയുടെ വീടിന് രക്ഷ കിട്ടിയതുപോലെ, യായിറോസിന്റെ മകൾക്ക് ജീവൻ കിട്ടിയതുപോലെ, പത്രോസിന്റെ അമ്മായിമ്മയുടെ പനി മാറിയതുപോലെ, കാനാവിലെ കല്യാണ വീട്ടിലെ പോരായ്മ മാറ്റിക്കൊടുത്തതുപോലെ, ബേഥാനിലെ ലാസറിന്റെ ജീവിതത്തെ അവൻ ഉയർപ്പിച്ചു കൊടുത്തതുപോലെ, ബേഥാനിലെ ലാസറിന്റെ കുടുംബം സൗരഭ്യം കൊണ്ട് നിറഞ്ഞതുപോലെ നിന്റെ കുടുംബത്തിനകത്ത് യേശു ഉണ്ടെങ്കിൽ സകല ദുർഗന്ധവും മാറിപ്പോകും. സകല പനിയുടെ മരണത്തിന്റെ ആത്മാവും മാറിപ്പോകും. മരണമണികൾ നിന്റെ കുടുംബത്തിനകത്ത് മുഴങ്ങാതിരിക്കണമെങ്കിൽ, ശത്രുവിന്റെ തന്ത്രങ്ങൾ നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാതിരിക്കണമെങ്കിൽ നിന്റെ കുടുംബത്തെ യേശുവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കണം. യോശുവ പറഞ്ഞപോലെ പറഞ്ഞ, ഞാനും എന്റെ കുടുംബം നിങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് നിനക്ക് പറയുവാൻ കഴിയണം. ഹല്ലേലൂയ. അങ്ങനെ യേശു വന്ന അനവധി ഭവനങ്ങളെ കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കാൻ കഴിയും. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ കുടുംബത്തിനകത്ത് യേശു വരാൻ നീ നിന്റെ കുടുംബത്തെ വിട്ടുകൊടുക്കണം. നിന്റെ കുടുംബത്തിലേക്ക് യേശു പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തിൽ യേശു വസിപ്പാൻ ആഗ്രഹിക്കുന്നു. നിന്നോടൊത്ത് വസിപ്പാൻ ആഗ്രഹിക്കുന്നു. നിന്നോട് ചേർന്ന് വസിപ്പാൻ ആഗ്രഹിക്കുന്നു. അവന്റെ സാന്നിധ്യത്തിന്റെ കുടുംബത്തെ തരാൻ ആഗ്രഹിക്കുക. കുടുംബത്തിനകത്ത് കലവും കണ്ണീരും പ്രശ്നങ്ങളും പ്രതികാരവും ആമിയൊക്കെയായിട്ട് കടന്നുപോയി സ്വസ്ഥതയില്ലാത്ത കുടുംബങ്ങളോട് ഞാൻ പറയട്ടെ, യേശുവിന് നിന്റെ കുടുംബത്തിൽ പ്രവേശിപ്പാൻ നീ അവസരം കൊടുത്താൽ നിന്റെ കുടുംബത്തിന്റെ എല്ലാ കഠിനമായ ശോധനകളും മാറി പാപശാപ ബന്ധനങ്ങളെ ദൈവം നീക്കിയിട്ട് നിന്റെ കുടുംബത്തിനകത്ത് ഐശ്വര്യം ദൈവം നൽകും. ഹല്ലേലൂയ. അപ്പൊ യേശു വന്ന കുടുംബത്തിനകത്തെല്ലാം ദൈവം ഹല്ലേലൂയ അത്ഭുതം ചെയ്തു. അതുകൊണ്ട് ഇത് പകൽ യേശുവിന്റെ ഭവനത്തിന്റെ വാതിക്കൽ വന്ന് മുട്ടുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 3:20 വായിക്കുമ്പോൾ, ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന ഞാൻ അവനോട് കൂടെ ചെന്ന് അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കുന്നവരെ കാണുന്നത്. അത് എന്നെ കേൾക്കുന്ന പ്രശ്നത. യേശു നിന്റെ ഭവനത്തിന്റെ വാതിക്കൽ വന്ന് മുട്ടുമ്പോൾ ഹല്ലേലൂയ നിന്റെ ഹൃദയവാതിലൊന്ന് തുറന്നു കൊടുത്താൽ, നിന്റെ കുടുംബത്തിന്റെ വാതിലൊന്ന് തുറന്നു കൊടുത്താൽ, നിന്റെ കുടുംബത്തിനകത്തെ പനി മാറി, ജ്വരം മാറി, മഹാവ്യാധികൾ മാറി, മരണവാസന മാറി, മരണമണി മാറി, ശാപങ്ങൾ മാറി, ബന്ധനങ്ങൾ മാറി. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ പോരായ്മയെ മാറ്റി നിന്റെ കുടുംബത്തിനകത്ത് സൗരഭ്യം നിറയ്ക്കുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. അതെ, നിങ്ങളുടെ കുടുംബം സൗരഭ്യത്താൽ നിറയപ്പെടണം. സൗരഭ്യം കൊണ്ട് നിറയണം. ഹല്ലേലൂയ. ഇന്ന് പകൽ കേൾക്കുന്ന പ്രശ്നം ഇതാണ്.
യോശുവയുടെ ചോദ്യത്തിന് ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അതുകൊണ്ട് യോശുവ പറയാ, നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെ വെച്ച് സേവിച്ച ദേവന്മാരെയോ ഇപ്പോൾ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തെ അമോര്യരുടെ ദേവന്മാരെ ആരെ നിങ്ങൾ സേവിക്കും? ഒരു വെല്ലുവിളിയോടെ നീ വചനം നീ ഏറ്റെടുക്കുന്നെങ്കിൽ ഹല്ലേലൂയ. ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ നിർത്തിക്കൊണ്ട് യോശുവ പറഞ്ഞ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അതെ, ഞങ്ങൾക്ക് യേശുവുള്ള ഭവനം മതി, യേശുവുള്ള കുടുംബം മതി, സമാധാനമുള്ള കുടുംബം മതി, സ്വസ്ഥതയുള്ള കുടുംബം മതി, സ്നേഹമുള്ള കുടുംബം മതി, ഐക്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാന സ്വസ്ഥതയിലുള്ള കുടുംബം മതി. കുടുംബത്തിന്റെ ദുർഗന്ധം ഞങ്ങൾക്ക് വേണ്ട, കുടുംബത്തിന് അസ്വസ്ഥതയ്ക്ക് വേണ്ട, കുടുംബത്തിൽ ഞങ്ങൾക്ക് യേശു മാത്രം മതിയെന്ന് നീ പറഞ്ഞ തീരുമാനമെടുക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന് നീതി വെളിപ്പെടും, രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നിങ്ങളുടെ വീട് എങ്ങനെയുള്ളതായിരിക്കുന്നു, അവിടെ സമാധാന പ്രഭുണ്ടോ? സമാധാനത്തിന്റെ ഉറവിടമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ടോ? നമ്മുടെ കർത്താവ് സമാധാന പ്രഭുവാണ്. ഹല്ലേലൂയ. അത് നിന്റെ കുടുംബത്തിനകത്ത് യേശു വന്നാൽ സകല ദുർഗന്ധവും മാറിപ്പോകും, അവിടെ സൗരഭ്യം കൊണ്ട് നിറയും. അത് ഇന്ന് പകൽ നിങ്ങൾ ചില കുടുംബത്തെ ദൈവം സൗരഭ്യം കൊണ്ട് നിറയ്ക്കാൻ ആഗ്രഹിക്കുക. നിന്റെ സകല അരാജകത്വത്തെ ദൈവം നീക്കളയാൻ ആഗ്രഹിക്കുന്നു. അത് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവി, വൈരാഗ്യം കയ്പും കുടുംബത്തിൽ പ്രവേശിക്കാതെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ സൂക്ഷിക്കണം. കർത്താവിന് അല്ലിയ ആമെ മുഖ്യരും ആമെലിയ കർത്താവിന് നിങ്ങൾ പ്രയോജനമുള്ളവരും കർത്താവിന് പ്രിയപ്പെട്ടവരുമായി മാറണം. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിനെ ബഹുമാനിച്ച് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇന്നലകളിൽ നീ അനുഭവിച്ച സകല കഷ്ടങ്ങളും മാറിപ്പോകും. ഹല്ലേലൂയ. ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ നിന്റെ കുടുംബം അതേ അനുഭവത്തിലേക്ക് വരണം. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, എന്റെ കുടുംബം യേശുവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുക. എന്റെ കുടുംബത്തിനകത്തെ സകല പ്രതിസന്ധികൾക്കും ദൈവം മറുപടി നൽകും. അത് യോശുവ പറഞ്ഞു, ഞാനും എന്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കുന്നുള്ള തിരുവെഴുത്തിനകത്ത് നിന്റെ കുടുംബത്തെ സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ യേശു വന്ന കുടുംബമായി നിങ്ങളുടെ കുടുംബം മാറുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് ഇന്നലെ വരെ നീ കണ്ടിട്ടില്ലാത്ത ദൈവ സാന്നിധ്യം ദൈവം നൽകും. ഹല്ലേലൂയ. ആ ദൈവിക സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ കഴിയും. ഇന്ന് പോലെ ആരെങ്കിലും സങ്കടത്താൽ ദുഃഖത്താൽ കടന്നു പോകുന്നെങ്കിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തതിനോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്, പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൂട്ടിയ സകല ജനത്തെയും സകല കുടുംബങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുടുംബത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന എല്ലാ ഭിന്നതകളും കയ്പും ക്രോധവും ശാന്തിയും ദന്തപക്ഷവും ഭിന്നതയും മാറി കുടുംബത്തിനകത്ത് ദൈവസാന്നിധ്യം നിറയപ്പെടുവാൻ യോശുവ പറഞ്ഞ പോലെ ഞാനും എന്റെ കുടുംബങ്ങളെ യഹോവയെ സേവിക്കുന്നു ഉറപ്പ് ദൃഢതയോടെ ജനമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. യാഗത്താവി സ്തോത്രം. ഹല്ലേലൂയ. സഖായിയുടെ കുടുംബത്തിൽ യേശു വന്നപ്പോൾ ആ കുടുംബം രക്ഷ വന്നതുപോലെ ആമി യായിറോസിന്റെ ഭവനത്തിന്റെ മരണത്തെ നീക്കി ആമി സ്തോത്രം ആമി കർത്ത വേദനയിലെ ഭവന്റെ ദുർഗന്ധം മാറ്റി സൗരഭ്യം കൊണ്ട് നിറച്ച് കനാവിലെ കല്യാണ വീട്ടിലെ പോരായ്മയെ നികത്തി കൊടുത്തവൻ കർത്താവി സ്തോത്രം ഇന്ന് പകൽ ജനത്തിന്റെ സകല ദുരിതങ്ങൾക്കൊരു മാറ്റം കൊടുക്കണമേ. കർത്താവ് ഇവരുടെ ഭവനങ്ങളിൽ സൗരഭ്യം കൊണ്ട് നിറയപ്പെട്ട് ശാപങ്ങൾ, പാപങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങൾ, മഹാവ്യാധികൾ മാറിപ്പോകട്ടെ. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യുവനത്തിലും വാർത്തത്തിലും ആനുഭവത്തിൽ അസമ യാച റോഷണ ചോട്ട ജീവിതത്തിൽ തടവറയായിരിക്കും ജനത്തിനായി വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവി, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങളെ, ദ്വീപുകളെ ഭരിക്കുന്ന ആദിവാസികളെയും ട്രൈബൽ മേഖലയും ജനത്തെയും അധികാരികളെയും കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, സ്തോത്രം നിയമത്തിൽ കർമ്മസമാധാന പാല രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, പോലീസിന്റെ വിവിധ സെക്ഷനുകളെ, ജുഡീഷ്യറിയുടെ വിവിധ വകുപ്പുകളെ, കരയിലും കടയിലും ആകാശമാർഗം വാഹനോടി യാത്ര ചെയ്യുന്നവർ, വാഹനം നിർമ്മാണം സെയിൽസ് ചെയ്യുന്നവർ, കടയിലോര വാസികളെ, തീരദേശവാസികളെ, സമുദ്രത്തിൽ മത്സ്യത്തിനെ കടന്നുപോയിരിക്കുന്നവർ, കരയിൽ കടലിൽ ആകാശ വാഹനം പിടിക്കുന്നവരെല്ലാം ഓർക്കുന്നു. കർത്താവ് തൊഴിൽ മേഖലയിലായിരിക്കുന്നവർ, കർഷക മേഖലയിലായിരിക്കുന്നവർ, ആമെ വിവിധ ജോലികൾ ചെയ്യുന്നവരെ, ആമെ കൺസ്ട്രക്ഷൻ മേഖല, മെക്കാനിക്ക്, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത് പണിയെടുക്കുന്നവർ,
സഹകരണം വരും പൊതുമേഖലയിൽ ഭാഗ്യന്റെയും വിദ്യാഭ്യാസ മേഖല, സയൻസ്, എഞ്ചിനീയർമാർ, മതസാമൂഹിക സംസ്കാര സംഘടന, ചരിത്രമാധ്യമ മീഡിയ രംഗം നിൽക്കുന്നവർ, എല്ലാ മേഖല ജനതയും, എല്ലാ തീവ്രവാദ ഭീകരവാദ വർഗീയതയിലൂടെ കടന്നു പോകുന്നവർ, മദ്യത്തിനും മൈക്കിൽ മനസ്സിലഹരിവർ അടിമപ്പെട്ട് കിടക്കുന്നവർ, തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെല്ലാം ഇതുപോലെ അവസാനപ്പെട്ട് കർത്താവ് ഈ കുടുംബ സൗരഭ്യം കൊണ്ട് നിറയത്തക്ക യേശു ക്രിസ്തു വസിക്കുന്ന കുടുംബങ്ങളായി മാറുന്നേകണമേ. ദേശരാജ്യ ജോലിക്കായി കടന്നുപോയി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, മാമിക പാവിയുടെ ആയിരിക്കുന്ന കഷ്ടം സഹിക്കുന്നു, വേദന കടന്നു പോകുന്നു, നാട്ടിൽ കടന്നു കഴിയാതെ വിസ നഷ്ടപ്പെട്ട് സാലറി കിട്ടാതെ കേസുകളകപ്പെട്ട് ജയിലിൽ കിടക്കുന്നവർ, പീഡയരുവിക്കേണ്ട സൗകര്യമാർ, ദേശങ്ങൾക്കായിരിക്കും ഒരു വിടിവിക്കണമേ. സുവിശേഷപരമായി കടന്നുപോയി ദൈവത്തിന്റെ ദാസിദാസന്മാർ, കർഷകരിൽ കടന്നുപോകുന്ന കുടുംബങ്ങൾ, തലമുറകളെ ദൈവം അനുഗ്രഹിക്കണമേ. വിശുദ്ധമായി ചേരി കിടക്കുന്നവർക്ക് വിടുതൽ കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് പകൽ സകല ജനതയുടെ കരങ്ങൾ ലഭിക്കുന്ന സകല ശാപത്തിന് കുടുംബം വിടിവിക്കപ്പെട്ട് യോശുവ പറഞ്ഞ പോലെ ഞാൻ എന്റെ കുടുംബങ്ങളെ പോയി സേവിക്കുന്നു പറഞ്ഞവരെ, കുടുംബത്തിന് ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടത് സാത്താൻ കുടുംബത്തെ നരക കടലാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പകല തന്ത്രങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം വിടിവിക്കപ്പെടുവാൻ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല കുടിയിലോട്ട് ഒട്ടാരത്തിവരെ പാർക്കുന്ന സകല ജനത്തിന്റെ കുടുംബത്തിലും യേശുക്രിസ്തുവിന്റെ സൗരഭ്യം കൊണ്ട് നിറയപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.